അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെക് വൈബ്സ്. അപ്പോൾ നമ്മൾ വെച്ചാൽ എൻഡോർക്ക് 125 റേസ് XP എന്ന് പറയുന്നൊരു വണ്ടിയുടെ റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് മുന്നിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എന്നുള്ളത് ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ രണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഹാലജൻ ആണ്, LED അല്ല. ഇതിൻ്റെ സ്മാർട്ട് ടാക്സ് കണക്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഐഗോ അസിസ്റ്റ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. അത് ഞാൻ മീറ്റർ ഓണാക്കി കാണിച്ചു തരാം. ഇത് മറ്റേ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. അപ്പം നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നത് LED ആണ്. ഇവിടെ DRL കൊടുത്തിട്ടുണ്ട്. ഓണാക്കി കാണിച്ചു തരാം, ഓൺ ചെയ്ത് കാണിച്ചു തരാം. DRL നല്ല രസമായിട്ട് നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് LED ആണ്. LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. 12 വാട്ട് AOD ഹെഡ്ലൈറ്റാണ് വരുന്നത്. പിന്നെ ഇത് ടയർ ട്യൂബ്ലെസ് ആണ്. പിന്നെ ഇതാണ് ഇത് ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഇതാണ് ഇതിൽ ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ റേസ് XP എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് റിമുമ്പിൽ. പിന്നെ ഇത് ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിൽ ഡ്രമ്മാണ്. ഇവിടെ TVS റേസിംഗ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല റെഡിൽ റേസ് XP എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുണ്ട് എൻഡോർക്ക്. പിന്നെ ഇതിന് ഹാൻഡ് ബ്രേക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. വിരലുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഇത് റിലീസ് ചെയ്യണമെങ്കിൽ പ്രസ് ചെയ്യുക. റിലീസ് ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ. പിന്നെ നമുക്ക് മീറ്ററിലേക്ക് വരികയാണെങ്കിൽ ആദ്യം കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കണക്ട് ചെയ്യാനാവും, ഫോൺ കണക്ട് ചെയ്യാനാവും. പിന്നെ ഇത് എല്ലാവർക്കും അറിയുന്ന പോലെ റിമെമ്പറായിട്ടും. പിന്നെ ഇത് പാസിൻ്റെ ഒരു സ്വിച്ചുണ്ട്. പിന്നെ ഇത് ഇൻഡിക്കേറ്റർ. പിന്നെ ഇത് ഓഫ് ചെയ്യാൻ, ഇത് ഓണ്. പിന്നെ ഇതാണ് മറ്റേ ഐഗോ അസിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ വണ്ടി താനെ ഓഫാവും. ഇപ്പോൾ കിൽ സ്വിച്ച് ഇല്ല. പിന്നെ സ്റ്റാൻഡ് സെൻസറാണ്. പിന്നെ ഇത് ഹസാർഡ് കാണിച്ചു തരാം. ഹസാർഡ് ലൈറ്റ് ഉണ്ട്. അതേപോലെ ബേക്കിലുണ്ട്. പിന്നെ ഇത് വരുന്നത് സൈലൻസ് സ്റ്റാർട്ടാണ് വണ്ടി വരുന്നത്. പിന്നെ എക്കോ മോഡ്. അതുപോലെ ഇത് 2 വട്ടം പ്രസ് ചെയ്താൽ റേസ് മോഡാവും. പിന്നെ ലാസ്റ്റ് എത്ര സ്പീഡിലാണ് പോയാൽ അത് ഇതൊക്കെ. പിന്നെ ഇത് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ എത്ര സ്പീഡിലാണ് ടോപ്പിൽ പോയെന്ന് കാണിക്കും. അത് നമുക്ക് 0 ആക്കണമെങ്കിൽ ഇവിടെ സ്ട്രീറ്റ് മോഡിലുണ്ടാവും ആദ്യം. അപ്പോൾ നമ്മൾ മോഡൊന്ന് പ്രസ് ചെയ്യുക. 2 വട്ടം പ്രസ് ചെയ്യുമ്പോൾ, 1 വട്ടം പ്രസ് ചെയ്യുമ്പോൾ ട്രിപ്പ് A ട്രിപ്പ് B ആവും. പിന്നെയും പ്രസ് ചെയ്യുമ്പോൾ റേസ് മോഡാവും. പിന്നെയും പ്രസ് ചെയ്യുമ്പോൾ റൈഡ് സ്റ്റാർട്ട് ലാസ്റ്റ് ലാപ്പ് എന്ന് കാണിക്കുന്നത്. അത് 55 ഉണ്ട്. അത് നമുക്ക് 0 ആക്കണമെങ്കിൽ ഇവിടെ മോഡ് സെറ്റ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. കുറച്ച് സമയം പ്രസ് ചെയ്ത് പിടിച്ചാൽ 0 ഫുള്ള് 0. പിന്നെ ഒന്നും കൂടി മോഡ് ഞെക്കിയാൽ ഇവിടെ ഉണ്ടാവും റൈഡ് സ്റ്റാർട്ട് ബെസ്റ്റ് ലാപ്പ്. അത് 0 ആക്കണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് 0. അതങ്ങനെയാണ് 0 ആക്കുക. പിന്നെ അത് എവിടെയായിട്ടൊരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും തൂക്കിയിടാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ചാവി വരുന്നത്. ഇതാണ് TVS എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ഫ്യൂവൽ പമ്പ് ഇറക്കുന്ന സൗണ്ട് കേൾക്കാം. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവും. സ്റ്റാൻഡ് സെൻസറാണ്. സ്റ്റാൻഡ് തട്ടിയാലേ സ്റ്റാർട്ടാവുള്ളൂ. ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. സ്റ്റാൻഡ് താത്തിയാൽ സൈഡ് സ്റ്റാൻഡ് ഡൗൺ എന്ന് നമുക്കിവിടെ എഴുതി കാണിക്കും. പിന്നെ ഇവിടെ സിമ്പിളുണ്ടാവും. തട്ട് നമുക്കൊന്ന് എക്സോസിനോട്ട് കേൾക്കാം. സൈലൻസ് സ്റ്റാർട്ടാണ്. ബാക്ക് വീൽ സെൻസറാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇത് RPM ആണ്. അപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫാവും.
കാണിച്ചു തരാം. ഇത് ഒന്ന് കുറച്ച് RPM കയറി നിൽക്കുന്നുണ്ട്. അതിങ്ങനെ ഒന്ന് ഐഡിൽ നിൽക്കണം. ഇവിടെ പവർ മോഡൊക്കെ ഉണ്ട്. എക്കോ മോഡ്, പവർ മോഡും ഉണ്ട്. എക്കോ പവറും ഉണ്ട്. അപ്പോൾ ടയർ ഇപ്പോൾ തിരിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇതിങ്ങനെ ഓഫ് ചെയ്താൽ ഇവിടെ ഒരു ഓണാക്കിയാൽ ഇത് വരും. കണ്ടോ, അതാണ് ഇതിൻ്റെ ഇൻ്റലിജൻസ് അസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫാവും. പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും. ബ്രേക്ക് പിടിച്ച് ഫുള്ള് നിർത്തിയാൽ ഇപ്പോൾ ഓഫാവും. ഇവിടെ പച്ച ലൈറ്റ് കത്തും, അപ്പോൾ ഓഫാവും. കുറച്ച് ടൈം എടുക്കും. നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫാകുന്നൊരു സിസ്റ്റമാണ്. പെട്ടെന്ന് ഓഫാവും. അങ്ങനെ ഒന്നുകൂടി കാണിച്ചു തരാം. അവിടെ പച്ച കളർ കത്തി. അപ്പോൾ കുറച്ച് കഴിയും അത് ഓഫാവേ. വണ്ടി ഐഡിലിങ്ങിലായതുകൊണ്ടാണ് അപ്രശ്നം വരുന്നത്. വണ്ടി ഓടി വന്നാൽ വേഗം ഓഫാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സോസ് നോട്ട്. നല്ല സൗണ്ടാണ്. ഇവിടെയാണ് സൈലൻസർ വരുന്നത്. പിന്നെ ഇതേ മുന്നിൽ ഹെഡ്ലൈറ്റ് കാണിച്ചു തരാം. ഇതാണ് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. നല്ല വെട്ടമുണ്ട്. പിന്നെ പാസ് അടിച്ചാൽ കാണിച്ചു തരാം. ഇതാണ് പാസ്. അത്യാവശ്യം നല്ല വെട്ടമുള്ള ഒരു ഹെഡ്ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വണ്ടി ഓഫ് ചെയ്യണമെങ്കിൽ കിൽ സ്വിച്ച് പോലെ അതൊന്നും ഇല്ല ഇതിന്. അപ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓഫ് ചെയ്യുന്ന സാധനമാണ് ഉള്ളത്. ചാവി ഇങ്ങോട്ട് ലെഫ്റ്റ് തിരിച്ചാൽ വണ്ടി ഓഫാവും. ഇങ്ങനെയാണ് ഇപ്പോൾ സിസ്റ്റം ഓഫാക്കുന്നത്. പിന്നെ ബേക്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ടെയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കീ പോലുള്ള ടെയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ മറ്റേ ഹസാർഡ് ഇൻഡിക്കേറ്റർ. ഇതാണ് ഹസാർഡ് ഇൻഡിക്കേറ്റർ. പിന്നെ നമുക്ക് വീല് കൊടുത്തിട്ടുള്ളത് റെഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് ബാഡ്ജിങ് കാണാം. ഫുൾ റേസ് XP എന്നുള്ള ബാഡ്ജിങ് ഒക്കെ ഇവിടെയും കാണാം. ഇതിൻ്റെ അടിയിലായിട്ട് ഇവിടെ അപ്പുറോ എവിടെയോ റേസ് XP എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ടയറിന്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ റെഡ് ഫ്ലൈ വീലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത പിന്നെ ഒരു ഓക്സിജൻ സെൻസർ ഉണ്ട്. പിന്നെ വണ്ടി ഫുള്ള് സെൻസറാണ്. പിന്നെ ഇത് ഇവിടെ ആയിട്ടാണ് കൊടുത്തത്. ചളിയായി. റേസ് XP എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തത് നല്ല കാണാൻ നല്ല രസമുണ്ട്. റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു പോരായ്മയാണ്. ഇവിടെയാണ് നമ്മളുടെ സീറ്റ് തുറക്കണമെങ്കിൽ, നമ്മളുടെ ഫ്യൂവൽ ക്യാപ്പ് തുറക്കണമെങ്കിലും റൈറ്റിലേക്ക് ഇരിച്ചാൽ സീറ്റ് ഓപ്പൺ ആവും. ഇതാണ് ഇതിലൊരു ഹാഫ് ഹെൽമെറ്റ് തന്നെ ഫുള്ള് വെക്കാൻ പറ്റൂല. ഫുള്ള് തീരെ വെക്കാനാവില്ല, അടയൂല, സീറ്റ് അടയൂല. ഒരു ടൂൾ കിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൂൾ കിറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു OBD ഉണ്ട്. പിന്നെ ഒരു ചാർജറുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡു നോട്ട് ചാർജ് വെൻ എൻജിൻ ഈസ് ഓഫ്. വണ്ടി ഓഫ് ആയാൽ ചാർജ് ചെയ്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇതാണ് ഫ്യൂവൽ ടാങ്ക് വരുന്നത്. ഫ്യൂവൽ ടാങ്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് റൈറ്റ് തിരിച്ചാൽ സീറ്റ് ഓപ്പൺ ആവും. അതുപോലെ ഫ്യൂവൽ ഓപ്പൺ ആയ ലെഫ്റ്റ് നമുക്ക് കുറച്ച് ബലം കൊടുക്കണം. ഇതാണ് ഫ്യൂവൽ ടാങ്ക്. ഫ്യൂവലുണ്ട്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക, കുറച്ച് ബലം കൊടുക്കുക, അതുപോലെ ഓഫാവും. അപ്പം ഇങ്ങനെയാണിത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ചാവി ഇതിലിടാം. കയറിയിൽ വലിയൊരു മാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,22,220 രൂപയാണ് ഇതിന് പറയുന്നത്. നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഇതിന് സെൻട്രൽ സ്റ്റാൻഡ് ഇടാൻ കുറച്ച് പണിയാണ്. സാധാ വണ്ടി ഇടും പോലെ ഒന്നും സെൻട്രൽ സ്റ്റാൻഡ് ഇടാൻ പറ്റൂല ഇതിന്.
നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഒന്ന് ഒഴിവാക്കാം. ഞാൻ സെൻട്രൽ സ്റ്റാൻഡ് ഒഴിവാക്കിയിട്ടുണ്ട്. അതിവിടെ എൻജിൻ വാണിംഗ് ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ അത് പോകും. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക് പിടിക്കുക, ഒരൊറ്റ പ്രസ്, വണ്ടി സ്റ്റാർട്ടാവും. ഇത് പെട്രോളിൻ്റെ അളവാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ RPM ആണ്. പിന്നെ ഇവിടെ സ്പീഡ്, ഇത് കിലോമീറ്റർ. ഇത് ട്രിപ്പ് B നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ട്രിപ്പ് Aയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകൂടിയൊക്കെ ട്രിപ്പ് B ആവും. പിന്നെ റേസ് മോഡ് ആക്കുകയാണെങ്കിൽ ഇപ്പോൾ റേസ് മോഡായി. അപ്പോൾ നമുക്കിത് ബാറ്ററി ഇവിടെ ഫുൾ, ഇത് ഹൈബ്രിഡാണ് വണ്ടി. അപ്പോൾ ഇവിടെ ഒരു ബാറ്ററിൻ്റെ ചിഹ്നമുണ്ട്. ബാറ്ററി ഒരു പുഷ് കൊടുക്കുന്നതാണ്. നമ്മുടെ ബാറ്ററി ഒരു പുഷ് കൊടുക്കും നമ്മൾ റേസ് ചെയ്യുമ്പോൾ. സ്ട്രീറ്റ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ റേസ് മോഡിലിടുമ്പോൾ കുറച്ച് RPM കയറി നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നല്ല അന്യായ ബ്രേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താൽ മുന്നത്തെ ബ്രേക്ക് നല്ല അടിപൊളി ബ്രേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് റേസ് മോഡിൽ, നമുക്ക് ഈ സ്ട്രീറ്റ് മോഡിൽ തന്നെ നമ്മളിങ്ങനെ അങ്ങ് വലിച്ചങ്ങ് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് റേസ് മോഡിലിട്ടാൽ കുറച്ചും കൂടിയും RPM കയറി നിൽക്കും. കണ്ടോ, ഇപ്പോൾ ബാറ്ററി ഫുള്ളായിട്ടുണ്ട് നല്ല രീതിക്ക്. നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ വലിച്ചം കൊണ്ടുപോകുമ്പോഴാണ്. നമുക്കൊന്ന് വളച്ചെടുക്കാം. അപ്പോൾ എൻ്റെ എടുക്കാൻ മറ്റേ ഹെൽമെറ്റുമ്പോൾ ക്യാമറയൊന്നും ഇല്ല, ഗോപ്രൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഞാൻ ഒറ്റ കൈ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റേസ് മോഡൊന്ന് മാറ്റി കൊടുക്കാം. സ്ട്രീറ്റ് മോഡിലിട്ടാൽ RPM കുറച്ച് കുറയും. അപ്പം നിങ്ങൾ 1 ലിറ്ററിൽ 2 ലിറ്ററിലൊക്കെ ഇതിൽ ടാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇതിൽ 5.8 ലിറ്ററാണ് ടാങ്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അന്യ ലുക്കാണ്. പിന്നെ പറയാൻ പറ്റി കിക്കറില്ല. ഇതിന് കിക്കർ കൊടുത്തിട്ടില്ല. അപ്പോൾ കിക്കറില്ല. പിന്നെ ഇതാണ് സെൻട്രൽ സ്റ്റാൻഡ് വരുന്നത്. സെൻട്രൽ സ്റ്റാൻഡ് ഇതിടാൻ കുറച്ച് പണിയാണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് എയർ ഫിൽറ്റർ വരുന്നത്. പിന്നെ ഇത് ഫുഡ് റെസ്റ്റാണ്. പിന്നെ ഇവിടെ ഇത് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഡിസ്ക് വരുന്നത്. പിന്നെ എന്താ കുറച്ച് ഷോക്കേസർ കുറച്ച് സ്റ്റിഫാണെന്ന് തോന്നിയിട്ടുണ്ട് ഓടിക്കുമ്പോൾ. പിന്നെ സ്കൂട്ടി അല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.